നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ എന്റെ അമ്മയ്ക്ക് കൊടുക്കാനുള്ള കഞ്ഞിയിൽ എന്താ ചെയ്തത്? കഞ്ഞിയിൽ എന്ത് ചെയ്യാനാ? അത് ഞാനോ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഭ്രാന്ത് നിനക്ക. പക മൂത്തുണ്ടായ കടുത്ത ഭ്രാന്ത്. എന്താ അമ്മയുടെ മീനാക്ഷിയുടെ മുഖമല്ലാതിരിക്കുന്ന? ഒന്നുമില്ല. ഒന്നുമില്ലമ്മേ. പിന്നെന്താ നിങ്ങളുടെ മുഖത്ത് വല്ലാത്ത സങ്കടം പോലെ? ഒന്നുമില്ല, അമ്മയ്ക്ക് തോന്നുന്നതാ. എനിക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒന്നുമില്ലമ്മേ. മുത്തശ്ശി, അമ്മയുടെ അടുത്തിരിക്കെ, ഞാൻ അമ്മയ്ക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്തോണ്ട് വരാം. അമ്മ, എനിക്ക് ഒന്നുമില്ല മോളെ. എടി, നിന്നെ തന്നെയാ വിളിച്ചത്. മൈഥിലി, എന്താ? നീ എന്താ ഈ മുറിയുടെ വാതിലിൽ പതുങ്ങി നിൽക്കുന്നെ? പതുങ്ങി നിന്നോ? എന്തിന്? ആ, എനിക്കറിയാവോ. എന്നെ കണ്ടതും അതിവേഗം നീ നടന്നകന്നു. എന്താ കാര്യം? ആരോ ഛർദിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ ഓടി വന്നതാ. പിന്നെന്തിനാ ഒളിച്ചു നിന്നത്? നിനക്കകത്തേക്ക് വന്നൂടായിരുന്നോ? അത് എന്തോ കള്ളത്തരമുണ്ട്. കഞ്ഞി. നീ കുറച്ചു മുൻപ് ആരോടാ ഫോണിൽ സംസാരിച്ചേ? നീ പിന്നെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാണോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സംസാരിച്ചത് എന്റെ ഒരേ ഒരു കൂട്ടുകാരി ലതാ വർമ്മയോടാ. കൂട്ടുകാരിയോട് കഞ്ഞിക്കാരിയൊക്കെയാണോ സംസാരിക്കുന്നത്? കഞ്ഞിയുടെ കാര്യോ? ആ, ശരിയാ. എന്റെ കൂട്ടുകാരി ലതയ്ക്ക് ഒരു കുഞ്ഞുണ്ട്. അതിന്റെ ഫുഡിന്റെ കാര്യാ സംസാരിച്ചത്. അതിന്റെ കൂടെ കഞ്ഞിന്നും മറ്റേ പറഞ്ഞു കാണും. സത്യം പറയടി, നീ എന്റെ അമ്മയ്ക്ക് കൊടുക്കാനുള്ള കഞ്ഞിയിൽ എന്താ ചെയ്തത്? കഞ്ഞിയിൽ എന്ത് ചെയ്യാനാ? അത് ഞാനോ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? ഭ്രാന്ത് നിനക്ക. പക മൂത്തുണ്ടായ കടുത്ത ഭ്രാന്ത്. നീ എന്തിനാ എന്നെ ഇങ്ങനെ സംശയിക്കുന്നേ? ആ കഞ്ഞി കുടിച്ചിട്ടാ എന്റെ അമ്മ ഛർദിച്ചത്. ആ, അത് നിന്റെ കഞ്ഞിയുടെ കുഴപ്പമായിരിക്കും. ഇന്നലെയും മെനിഞ്ഞൊന്നും കുടിച്ചത് ഇതേ പൊടിയരി കഞ്ഞി തന്നെയാ. എന്നിട്ട് ഛർദിച്ചില്ലല്ലോ. ക്യാൻസർ പേഷ്യന്റ് ആയ ഒരാളെ കഞ്ഞി എന്നല്ല എന്ത് കഴിച്ചാലും ഛർദിക്കും. അത് നിനക്ക് അറിഞ്ഞൂടെ? അദ്ദേഹം വരുമെന്ന് പറഞ്ഞിട്ട് വാക്ക് മാറ്റുമോ അമ്മേ? വാഴപ്പാടി തിരുമേനിയോ? തിരുമേനി വാക്കു മാറ്റണമെങ്കിൽ അദ്ദേഹം മരിക്കണം. അദ്ദേഹം ആരാണെന്ന് പറഞ്ഞാ മോളിരിക്കുന്നേ? മഹാപണ്ഡിതനാ. അപൂർവങ്ങളിൽ അപൂർവമായി ഇങ്ങനൊരാൾ. ഓ, അദ്ദേഹം ഇങ്ങനെ കണ്ട വീടുകളിൽ ജ്യോതിഷം നോക്കി നടക്കുന്ന ആളല്ല.
നമ്മുടെ വീട്ടിലേക്ക് ആയതുകൊണ്ടാ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞത്. ഓ, അദ്ദേഹം പ്രശ്നം വെച്ച് പറയുന്ന കാര്യങ്ങൾ 100% ശരിയായിരിക്കും. പ്രശ്നത്തിൽ കാണുന്ന കാര്യങ്ങൾക്ക് പരിഹാരവും നിർദ്ദേശിക്കും. ആ പരിഹാര കർമ്മങ്ങൾ നമ്മൾ ചെയ്ത നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടുകയും ചെയ്യും. അല്ല, ഈ തിരുമേനി അമ്പലത്തിലെ പൂജാരിയാണോ മുത്തശ്ശി? അദ്ദേഹം ഇപ്പൊ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നില്ലെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ മനയുടെ ഭാഗമായി പ്രസിദ്ധമായൊരു ക്ഷേത്രമുണ്ട്, വാഴപ്പാടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. അതിപ്പോ കരയോഗക്കാർക്കോ മറ്റു വിട്ടുകൊടുത്തു. ലോകത്തുള്ള മൊത്തം ജ്യോത്സ്യന്മാരും ഇതിനകത്ത് കയറി നിരങ്ങിയിട്ടുണ്ടല്ലേ. ഒന്നും മിണ്ടാതിരിക്കട്ടെ. ജ്യോത്സ്യന്മാരെന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഭ്രാന്ത. അവരൊക്കെ ദൈവത്തിന്റെ നേരെ അളിയന്മാരെന്ന അമ്മയുടെ ധാരണ. ജ്യോത്സ്യന്മാര് പറയുന്നതേ അമ്മ വിശ്വസിക്കൂ. അല്ല, ഈ ചേനപ്പാടി അത്രയ്ക്ക് ഭയങ്കരനാണോ? എടി, ചേരപ്പാടിയല്ല, വാഴപ്പാടി. പറയുന്ന കാര്യങ്ങൾ അച്ചിട്ടാണെന്നാ കേട്ട് കേൾവി. ഇഷ്ടമില്ലാത്തത് കണ്ട അദ്ദേഹം ദേഷ്യപ്പെടുമെന്ന് കേട്ടിട്ടുണ്ട്. നേരാണോ? ദേഷ്യപ്പെടുകയൊന്നുമല്ല, ആളങ്ങ് പൊയ്ക്കളയുമെന്നാ കേട്ടിട്ടുള്ളത്. തിരുമേനിയാണെന്ന് തോന്നുന്നു. അയ്യോ, അമ്മ എന്തിനാ ഇറങ്ങി വന്ന്? അവിടെ കിടന്നാ പോരായിരുന്നോ? അദ്ദേഹം പ്രശ്നം വെക്കുന്നത് എനിക്കൊന്ന് കാണാൻ കേൾക്കും വേണം മോള്. എന്നാ ഞാൻ ഇവിടെ ഒരു കസേരയിട്ട് തരാം, ഇവിടെ ഇരുന്നാ മതി. നമസ്കാരം തിരുമേനി. നമസ്കാരം. നമസ്കാരം. കയറി വന്നാട്ടെ. വരൂ. ദേ, അമ്മദാ ഇവിടെ ഇരുന്നോ. ഇരുന്നാട്ട് തിരുമേനി. വിളിച്ചപ്പോഴേ ഇങ്ങോട്ട് വരാൻ കാണിച്ച സന്മനസ്സിന് നന്ദി. വിളിച്ചത് ചെമ്പകമംഗലത്തുനിന്നല്ലേ, വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അത്രയ്ക്ക് പ്രശ്നങ്ങളാ തിരുമേനി ഇവിടെ. ഒരു ഗത്യന്തരവും ഇല്ലാഞ്ഞിട്ടാ ഒടുവില് തിരുമേനിയെ വിളിക്കേണ്ടി വന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.